പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്നും പണിമുടക്കുകയാണ്. ബസ് ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. കൺസെഷൻ നൽകാത്തതിനെ തുടർന്ന് SFI നടത്തിയ പ്രതിഷേധത്തിലാണ് ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റത്. അഖിൽ കെ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അഖിൽ. ഇപ്പോൾ ബസ് ജീവനക്കാർ സമരവുമായി മുന്നോട്ട് പോവുകയാണോ? ഈ മർദ്ദനത്തിലൊരു നടപടി ഉണ്ടായില്ലേ? സ്മൃതി, വലിയ പ്രതിഷേധമാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പണിമുടക്കായിരുന്നു. പകുതി വഴിയിൽ വെച്ച് യാത്രക്കാരെ ഇറക്കിവിടുന്ന സാഹചര്യം പോലും ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വീണ്ടും ആ പ്രതിഷേധ സമരം തുടരുകയാണ്. അത് കടുത്ത നടപടികളിലേക്ക് ഈ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും ഒക്കെ പ്രവർത്തകരാണ് മർദ്ദിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ഈ ബസ് ജീവനക്കാർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ശക്തമായ ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലേക്കും മറ്റു നടപടിയിലേക്കും കടക്കാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല, അല്ലെങ്കിൽ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നൊരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലൊരു മാർച്ച്, അതായത് പാലായിൽ നിന്നും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കും ഒക്കെ പോകുന്ന എല്ലാ ബസ് സർവീസുകളും ഇന്നലെ നിർത്തിയിരുന്നു. ഇവിടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഐക്യമായി തന്നെ വലിയൊരു പ്രതിഷേധ മാർച്ച് അടക്കം ഇന്നലെ പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയിരുന്നു. പ്രതിഷേധം അവിടെ തുടരുമ്പോഴും സാധാരണ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണല്ലോ. ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്നും പണിമുടക്കുകയാണെങ്കിൽ ആളുകളുടെ യാത്ര മുടങ്ങുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ആവശ്യപ്പെടുകയായിരുന്നു ഈ വാർത്ത എന്താണ് കൊടുക്കാത്തതെന്ന്. പാലയിൽ നിന്നുള്ള നിരവധി പ്രേക്ഷകരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അഖിൽ, തീർച്ചയായും അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ, അതായത് പാതി വഴിയിൽ വെച്ചാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ ബസ് സർവീസ് നിർത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ബസ്സുകളൊന്നും ഓടുന്നില്ല. അതായത് KSRTC മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ നടത്തേണ്ട സാഹചര്യം. പക്ഷേ ഈ KSRTC ആശ്രയിച്ചുകൊണ്ട് മാത്രം ഈ പാലായിൽ നിന്നും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നുമുള്ള ഉള്ളേരിയയിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും ഒക്കെ തന്നെ പോകുന്ന സർവീസുകൾ ആശ്രയിക്കാൻ സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കേണ്ടതുണ്ട്. അധികൃതരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ബസ് ജീവനക്കാരുമായൊക്കെ സംസാരിച്ചുകൊണ്ട്, അതായത് ഇതിൽ ഓണർമാർക്ക് അപ്പുറത്തേക്ക് ജീവനക്കാരാണ് വലിയ പ്രതിഷേധമായത്. ഈ സീറ്റ് കൺസെഷൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന്റെ ഇടയിലേക്കായിരുന്നു ഈ അപമാനിച്ചു എന്ന് പറയുന്ന ബസ് ഉള്ളിലേക്ക് കയറി വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അത് വലിയ സംഘർഷത്തിലേക്കും അടിയിലുമേക്കും ഒക്കെ തന്നെ പോയത്. ജീവനക്കാരെ മർദ്ദിച്ചതിലാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. ഇന്നലെയും പണിമുടക്കായിരുന്നു, ഇന്നും പണിമുടക്ക് തുടരുകയാണ്. കൺസെഷൻ നൽകാത്തതിൽ SFI നടത്തിയ പ്രതിഷേധത്തിലാണ് ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റത്. അപ്പോൾ നടപടിയില്ലാതെ ബസ് ഓടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ജീവനക്കാർ.